നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, റിഫൈനിങ് ഓഫ് മെറ്റൽസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ആ എല്ലാ സബ് സ്റ്റെപ്പുകളും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയേണിൽ ആവശ്യമാണ്. അപ്പോൾ അതായത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ്. അതിൽ ഈ 3 സ്റ്റെപ്സുകൾ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇരുമ്പ് നിർമ്മാണമാണ് ഇതിലെടുക്കാൻ പോകുന്നത്. എന്താണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ? അതിനൊരു ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്ലാസ് മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ വേണം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 3 സ്റ്റെപ്സുകളുണ്ടെന്ന് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അയണിൻ്റെ പ്രധാനപ്പെട്ട ഓറുകൾ ഏതൊക്കെയാണ്? അയണിൻ്റെ പ്രധാനപ്പെട്ട ഓറുകളാണ് ഹെമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്, അയൺ പൈറൈറ്റീസ്. ഓക്കെ, ഹെമറ്റേറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. ഓക്കെ, ഈ അയൺ പൈറൈറ്റീസ് ഉണ്ടല്ലോ, അയൺ പൈറൈറ്റീസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മുടെ പണ്ട് അതിനൊരു യെല്ലോയിഷ് കളറാണ്. എന്താണ്? ഒരു മഞ്ഞ കളറാണുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഇത് ഗോൾഡ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നത്തെ കാലത്ത് ഇത് ഗോൾഡാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അയൺ പൈറൈറ്റീസിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട്. എന്താണ്? ഫൂൾസ് ഗോൾഡ്. എന്താണ്? ഫൂൾസ് ഗോൾഡ്. ഓക്കെ, ചോദിക്കും എന്താണ് അയണിൻ്റെ ഓറുകളിൽ എന്താണ് ഫൂൾസ് ഗോൾഡായിട്ട് പറയുന്നത് ഏതാണ്? അയൺ പൈറൈറ്റീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവുകയാണ്. നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അയൺ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അയണിൻ്റെ ഓറാണ് എന്ത്? ഹാമറ്റൈറ്റ്. എന്താണ്? ഹാമറ്റൈറ്റ്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയണിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാമറ്റൈറ്റ് എന്ന ഓറാണ്. ഓക്കെ, ഇനി ഹെമറ്റൈറ്റിന് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇതിന് 3 സ്റ്റെപ്സുകളുണ്ട്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, മൂന്നാമത്തത് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പോൾ ആദ്യത്തെ കോൺസെൻട്രേഷൻ ഓഫ് ഓറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ലെവിഗേഷൻ എന്ന ടെക്നിക്സാണ്. എന്താ ലെവിഗേഷൻ? നമ്മുടെ എന്താണ് വെള്ളത്തിൽ കഴുകി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അയൺ നമ്മൾ എന്ത് ചെയ്യുക, മെറ്റൽ സെപ്പറേഷൻ ഉപയോഗിച്ചാൽ, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിച്ചാലും മതി. എന്നാലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വാഷിംഗ് അഥവാ എന്താണ് ലെവിഗേഷൻ ടെക്നിക്സാണ്. ഓക്കെ, ലെവിഗേഷൻ. അപ്പോൾ ലെവിഗേഷൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ എന്തൊക്കെ ഒഴിവാകും? സിലിക്ക, കളിമണ്ണ് പോലുള്ള ചളികളൊക്കെ ഉള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പായിരിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഒരു ബേസിക്കായിട്ട് കാര്യം പറയുകയാണ്, എന്നിട്ട് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് അങ്ങനത്തെ ഇതിലേക്കൊക്കെ പോകാം. അപ്പോൾ ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഇതിൽ നമുക്ക് ലെവിഗേഷൻ എന്ന ടെക്നിക്സിലൂടെ കഴുകിയിട്ട് അതിൽ സിലിക്കയും അതുപോലുള്ള കളിമണ്ണ് ഇങ്ങനത്തെ ചളികളായിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ കുറച്ച് ഒഴിവാക്കും. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഹെമറ്റേറ്റ് തന്നെ ഉണ്ടാവും, ഹെമറ്റേറ്റ് കണ്ടൻറ്റുകൾ. അതിനും നമ്മൾ ഹെമറ്റേറ്റ് എന്ന് പറയാം. അത് കിട്ടിയിരിക്കുന്ന ആ ഹെമറ്റേറ്റിനെ പിന്നീട് നമ്മൾ എന്തായിരിക്കും മാറ്റും? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ഓർ എന്ന സ്റ്റെപ്സിലേക്ക് പോകും. ആ മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് അവിടെ 2 സ്റ്റെപ്സുകളുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ കഴിഞ്ഞിട്ട് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ ഉണ്ടാവും അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്കവിടെ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഇതിനെ ഈ കിട്ടിയിരിക്കുന്ന ഹെമറ്റേറ്റിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കണം. എന്താണ്? റോസ്റ്റിങ്ങിന് വിധേയമാക്കണം. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വറുത്തെടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ എന്ത് ചെയ്യും? വറുത്തിട്ട് അതിലുള്ള ഗ്യാസ് ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യാണ്? എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഇമ്പ്യൂരിറ്റീസ്, വാട്ടർ ഇമ്പ്യൂരിറ്റീസിനൊക്കെ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് പിന്നീട് അതിന് ശേഷം റിഡക്ഷന് വിധേയമാക്കിയ ശേഷം നമുക്കതിൽ ഫ്ലെക്സുമായിട്ട് തന്നിരിക്കുന്ന ഗ്യാങ് നീക്കുകയും ഗ്യാങ് നീക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
നമ്മളെ അതിൽ നിന്ന് പിഗ് അയൺ റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ഒരു സ്ട്രക്ചർ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൻ്റെ കേസിൽ കഴുകി കഴിഞ്ഞ് ലെവിഗേഷൻ ടെക്നിക്സോടെ കഴുകി കഴിഞ്ഞു അല്ലേ. കഴുകി കഴിഞ്ഞിരിക്കുന്ന ഹെമറ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, റോസ്റ്റിങ്ങിന് വിധേയം. അത് ഏതിലാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ? അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പറഞ്ഞിരിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിലേക്കാണ്. എന്താണ് ബ്ലാസ്റ്റ് ഫർണസ്? ഈ കാണുന്ന ചിത്രമില്ലേ, നിങ്ങൾ കാണുന്ന ഈ ചിത്രം ഉണ്ടല്ലോ, ഇതൊരു ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രമാണ്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രമാണ്. ഓക്കെ, എന്താണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ചൂള എന്നൊക്കെ പറയും, ചൂള. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ചൂള എന്ന് പറയാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ റോസ്റ്റിങ്ങിന് വിധേയമാക്കി ഇതിലേക്ക് ഇടുന്നത് എന്തൊക്കെയാണ്? ഇതിൽ റോസ്റ്റിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പോകുമെന്ന് പറയാമോ? സൾഫർ, ഗ്യാസ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സൾഫർ, ആർസനിക്, ഫോസ്ഫറസ്, സൾഫർ, ആർസനിക്, ഫോസ്ഫറസ്, പിന്നെ എന്താണ് വാട്ടർ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. ക്ലിയർ? ഇതൊക്കെ റിമൂവ് ചെയ്യും ഈ റോസ്റ്റിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാലേ. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓറിൽ എല്ലാവരും ആദ്യത്തെ സ്റ്റെപ്പായിരിക്കുന്ന എന്താണ്, റോസ്റ്റിംഗ് എന്നതിലൂടെ വിധേയമാക്കി കഴിഞ്ഞാൽ ഈ സൾഫർ, ആർസനിക്, ഫോസ്ഫറസ് ലൈക്ക് ഗ്യാസ് ഇമ്പ്യൂരിറ്റീസും ഈ വാട്ടറും എന്ത് ചെയ്യും അതിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്ത് കിട്ടുന്നതും എന്താണ്, ഹെമറ്റേറ്റിന് തന്നെയാണ് പറയാം. ആ കിട്ടിയിരിക്കുന്ന ഹെമറ്റേറ്റ്, ആ ഹെമറ്റേറ്റിനെ നമ്മൾ എന്താണ് റിഡക്ഷന് വിധേയമാക്കണം. റിഡക്ഷന് വിധേയമാക്കി കഴിഞ്ഞാൽ റിഡക്ഷന് വിധേയമാക്കി കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യും, ആ സബ്സ്റ്റൻസുകളിൽ എന്തുണ്ടാകും, നമ്മുടെ ഗ്യാങ് അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ നമുക്ക് ഫ്ലെക്സ് എന്ന സബ്സ്റ്റൻസുകളെ ഉണ്ടാക്കിയിട്ട് നമ്മളാണ് എന്ത് ചെയ്യാണ്, നമ്മൾ അതിൽ നിന്ന് റിഫൈനിങ് ഓഫ് മെറ്റൽസ് നടത്തുക ചെയ്യുന്നത്. അപ്പോൾ നോക്കാം ഇതിൽ ബ്ലാസ്റ്റ് ഫർണസിൽ എന്താ നടക്കുക. നമുക്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഇവിടെ നമ്മളെന്താണ്, കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡും ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിവിടെ ഉപയോഗിക്കുന്ന എന്താണ്, ഫ്ലക്സ് ഏജൻറ്റ് നമ്മുടെ കാർബൺ മോണോക്സൈഡാണ്. പക്ഷേ നമുക്കിവിടെ ഇടുന്നത് കാർബണാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ഫ്ലക്സ് ഉണ്ടാക്കാൻ വയ്ക്കുന്ന ഫ്ലക്സ് ഏജൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയും അല്ലേ. അത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, അതൊന്ന് ആദ്യം സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളിതിനെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് കടത്തിവിടുക. ബ്ലാസ്റ്റ് ഫർണസിൽ എന്താണ് ഉണ്ടാകുന്നത് നോക്കാം. ഇത് നമുക്ക് ഇങ്ങോട്ട് ബ്ലാസ്റ്റ് ഫർണസിൽ ഇവിടെ നമുക്ക് ഹെമറ്റേറ്റ് എന്ന് പറയുന്നത് ഹെമറ്റേറ്റിടും കോക്കിടും അതേപോലെ എന്താണ് ലൈം സ്റ്റോണും, ഈ 3 സബ്സ്റ്റൻസുകളും മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇടുന്നു. എന്തൊക്കെയാണ് ഇടുന്നത്? ഹെമറ്റേറ്റ്, പിന്നെ കോക്ക് ആൻഡ് ലൈം സ്റ്റോൺ. ഓക്കെ, ഇതിൽ ഹെമറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഓറാണ്, അയണിൻ്റെ ഓറാണ്. കോക്ക് എന്ന് പറയുന്നത് കാർബൺ, അതായത് എന്താണ് നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ് ഇതിൽ ഡയറക്റ്റ് നമ്മൾ ഇടുന്നില്ല. കാർബൺ മോണോക്സൈഡ് ഡയറക്റ്റ് നമ്മൾ ഇടുന്നില്ല. ഇതിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഥവാ റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലിടുന്ന സബ്സ്റ്റൻസ് ആണെന്ത്, കോക്ക് അഥവാ കാർബൺ. കരി എന്ന് പറയും, അതാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പം കോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് കാർബൺ ആണ്, എന്ത് റെഡ്യൂസിങ് ഏജൻറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. മൂന്നാമത് ഇതിലിട്ടിരിക്കുന്നത് ലൈം സ്റ്റോൺ എന്ന് പറയും, കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. എന്താ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രത്യേകത? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സ് ഏജൻ്റ് ആണ്. അതായത് ഫ്ലെക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലെക്സ് എന്താണെന്ന് നമുക്ക് പറയുവേ, ഫ്ലെക്സ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണെന്ത്, ഈ പറഞ്ഞിരിക്കുന്ന ലൈം സ്റ്റോൺ അഥവാ കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ഈ 3 സബ്സ്റ്റൻസുകളും ഹെമറ്റേറ്റ്, കോക്ക്, ലൈം സ്റ്റോൺ എന്ന സബ്സ്റ്റൻസുകൾ 3 ഏതിലേക്ക് ഇടുന്നു? ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് ഇടുന്നു. എന്നിട്ട് താഴെ ഭാഗത്തു നിന്ന് ഈ ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യും, ഇതിലേക്ക്
ഹോട്ട് ഗ്യാസ് ഇതിലേക്ക് കടത്തിവിടും. ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഇതിലേക്ക് കടത്തിവിടുന്നുണ്ട് കേട്ടോ. ഹോട്ട് ഗ്യാസ് ഇതിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ ഹോട്ട് ഗ്യാസ് ഇതിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ എന്ത് കിട്ടും, ഇത് റോസ്റ്റിംഗ് വിധേയമായി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും, നമ്മുടെ ഈ അയണിൻ്റെ കേസിൽ കിട്ടും അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, നമ്മുടെ Fe2O3യും അതായത് നമ്മുടെ ഹെമറ്റേറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അവിടെ Fe3 അവിടെ നമുക്ക് റോസ്റ്റിങ്ങിന് വിധേയം കഴിച്ചിട്ട് ഇതുണ്ടാവുമല്ലോ, അതിൽ സിലിക്കൺ അടങ്ങിയിട്ടുണ്ടാവും അല്ലേ, സിലിക്കൺ ഇതുണ്ടാവും. അപ്പോൾ നമുക്കവിടെ ഫ്ലെക്സ് ഏജൻറ്റ് ആവശ്യമുണ്ട് അല്ലേ. ഫ്ലെക്സിൻ്റെ ഏജൻറ്റ് ഉണ്ടല്ലോ, കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഈ റോസ്റ്റിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ നമുക്കവിടെ എന്തുണ്ടാകും, റോസ്റ്റിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഹെമറ്റേറ്റിൽ എന്തുണ്ടാകാം, നമ്മുടെ ഈ ഗ്യാങ് എന്ന് പറയുന്നത്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ആണ് കേട്ടോ. അതായത് സോളിഡ് ഇമ്പ്യൂരിറ്റി ആണത്, സോളിഡ് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി എന്ന് പറയും. അതായത് അതിലടങ്ങിയിരിക്കുന്ന മാലിന്യമാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പം തന്നിരിക്കുന്ന അതിൽ നിന്ന് മാലിന്യത്തെ ഒഴിവാക്കണമല്ലോ, ഗ്യാങ്ങിനെ ഒഴിവാക്കണം. ഇവിടെ ഗ്യാങ് ആയിട്ട് നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് SiO2 എന്ന സിലിക്കൺ ഡയോക്സൈഡാണ് ഗ്യാങ്. സിലിക്കൺ ഡയോക്സൈഡാണ് ഗ്യാങ്. ഓക്കെ, അപ്പം ഗ്യാങ്ങിൽ നിന്ന് നമുക്ക് ഗ്യാങ്, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ട് ഇതിലെ പോയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഗ്യാങ്ങിൽ നിന്ന് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഗ്യാങ് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഗ്യാങ്. ഓക്കെ, ഈ ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡാണ്. ഓക്കെ, അതായത് ഹെമറ്റേറ്റിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് റോസ്റ്റിങ്ങിന് വിധേയം കഴിഞ്ഞിട്ടുള്ള ഹെമറ്റേറ്റിൽ പ്യുവറായിട്ടുള്ള ഇരുമ്പല്ല അതിലുണ്ടാകുക. അതിൻ്റെ കൂടെ എന്തുണ്ടാകും, ഈ ഗ്യാങ്ങും കൂടി അടങ്ങിയിട്ടുണ്ടാകും. ഈ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇനി അടുത്തൊക്കെ ചെയ്യാൻ പോകുന്നത്. എന്താണ്, അപ്പോൾ നമ്മൾ ഈ റോസ്റ്റിങ്ങിന് വിധേയമായി കഴിഞ്ഞ് കിട്ടിയിട്ടെങ്കിൽ നമ്മുടെ റോസ്റ്റിങ്ങിൽ നമ്മൾ നേരത്തെ പറയില്ലേ, എന്താ 1000 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള ഇത് ഹോട്ട് ഗ്യാസ് കടത്തി വിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ നിന്നുണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന എന്തുണ്ടാവും, സൾഫർ, ആർസനിക്, ഫോസ്ഫറസ്, വാട്ടർ പോലുള്ള സബ്സ്റ്റൻസുകളൊക്കെ എന്ത് ചെയ്യും, അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഹെമറ്റേറ്റ് ഉണ്ടാവുമല്ലോ, അതും കിട്ടിയിരിക്കുന്നതും ഹെമറ്റേറ്റ് ആണ്. ആ ഹെമറ്റേറ്റിൽ അതിൻ്റെ ഓറായിട്ടുള്ള ഹെമറ്റേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഹെമറ്റേറ്റിൽ വീണ്ടും എന്തുണ്ടാവും, ഈ ഗ്യാങ് എന്ന് പറയുന്നത്, അതായത് സോളിഡ് ആയിട്ടുള്ള എന്തുണ്ടാകും, ഇമ്പ്യൂരിറ്റീസ് അഥവാ മാലിന്യങ്ങൾ ഉണ്ടാവും. ഈ മാലിന്യം നീക്കാനുള്ളതാണ് ഇനി തുടർന്നുള്ള സ്റ്റെപ്സുകൾ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ടുള്ള തുടർന്നുള്ള സ്റ്റെപ്സുകൾ ആ മാലിന്യം നീക്കാനുള്ള, ആ ഗ്യാങ് നീക്കാനുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഗ്യാങ് എന്ത് ചെയ്യണം, ഗ്യാങ് നീക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഗ്യാങ് നീക്കണമെങ്കിൽ നമുക്കവിടെ ഫ്ലെക്സ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസുകൾ വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാ നോക്കാം, ഇവിടെ ഇത് നോക്കും നിങ്ങളിതാ, ഗ്യാങ് പ്ലസ് ഫ്ലെക്സ് ഗിവ്സ് സ്ലാഗ്. അപ്പോൾ നമുക്ക് സ്ലാഗ് എന്ന സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമം. സ്ലാഗ് എന്ന സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കുകയാണ് നമ്മളെ എയിം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലെന്തുണ്ട്, തന്നിരിക്കുന്ന അയൺ ഇതിൽ എന്തുണ്ടാകുന്നുണ്ട്, ഇത് പറഞ്ഞിരിക്കുന്ന ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാങ്ങിനെ നീക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് അടുത്ത ഇതിൽ പറയുന്നത്. നോക്കാം എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. ആദ്യം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഡക്ഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. റിഡക്ഷൻ്റെ കേസാണ്. നമ്മൾ റോസ്റ്റിംഗ് കഴിഞ്ഞ് വെച്ചിട്ട് നിൽക്കുന്നുള്ളൂ. ഇനി റിഡക്ഷൻ്റെ സ്റ്റെപ്പുകളാണ് ഇനി തുടർന്നുള്ളതൊക്കെ. റിഡക്ഷനാണ് തുടർന്ന് വരുന്നതൊക്കെ, ഇനി വരാൻ പോകുന്നതൊക്കെ. അപ്പോൾ റിഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. റെഡ്യൂസിങ് ഏജൻറ്റ് ഏതായിരുന്നു നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്, കാർബൺ മോണോക്സൈഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഡയറക്റ്റ് കാർബൺ മോണോക്സൈഡ് ഉണ്ടോ, ഇല്ല, കാർബൺ മോണോക്സൈഡ് ഇല്ല. അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കണം. കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാർബൺ മോണോക്സൈഡ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാക്കേണ്ട ഒരു സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്, നമ്മുടെ കാർബൺ അല്ലേ, കാർബൺ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കാർബണും ഇതിലുണ്ടായിരിക്കുന്ന ഈ ബ്ലാസ്റ്റിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഓക്സിജൻ കണ്ടൻറ്റ് ഉണ്ടാവും. ഓക്കെ, അത് കത്താൻ സഹായിക്കുന്ന വാതകമാണല്ലോ ഓക്സിജൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഈ ഓക്സിജൻ ഉണ്ടാവും. ഓക്കെ, ഈ കാർബണും ആ ബ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാവും. മനസ്സിലായോ? ഹീറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ഹീറ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ
ഈ ബ്ലാസ്റ്റിൽ റോസ്റ്റിങ്ങിന് വേണ്ടി വിധേയമാക്കിയിരിക്കുന്ന 1000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാകും. അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന എന്തുണ്ടാവും 1000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. അത് കൂടാതെ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന എന്താണ് നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കുന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബണും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമ്പം അതിൻ്റെ കൂടെ ഒരു ഹ്യൂജ് ഹീറ്റ് കൂടി ഉണ്ടാവും. അപ്പം ബ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഹ്യൂജ് ഹീറ്റ് അവിടെ എന്തുണ്ടാവും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഹ്യൂജ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ ഹീറ്റും അതായത് എക്സോതെർമിക് റിയാക്ഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്. അവിടെ കേസിൽ നമുക്ക് എക്സോതെർമിക് റിയാക്ഷൻസ് അവിടെ കിട്ടും. നമ്മൾ പറഞ്ഞാൽ എക്സോതെർമിക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നാൽ എൻഡോതെർമിക്കാണ് ഹീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എക്സോതെർമിക് റിയാക്ഷൻസ് അവിടെ ഉണ്ടാവും. ഈ കിട്ടിയിരിക്കുന്ന എക്സോതെർമിക് റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹീറ്റും ഈ തുടർന്ന് ഈ കാർബൺ കംപ്ലീറ്റ് തീർന്നിട്ടില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള കാർബൺ കംപ്ലീറ്റ് തീർന്നിട്ടില്ല. അപ്പോൾ എന്താണ് കാർബണും ഓക്സിജനും കൂടി എന്തെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഹീറ്റും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാവുമല്ലോ. അതിൻ്റെ കൂടെ ഈ ബ്ലാസ്റ്റിലുണ്ടാകുന്ന റിമൈൻ ചെയ്തിരിക്കുന്ന കാർബണും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാർബൺ മോണോക്സൈഡ് കിട്ടും. ഒന്നുകൂടി പറയാം, എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് റെഡ്യൂസിങ് ഏജൻറ്റ് നമുക്ക് നിർമ്മിക്കുന്ന ഇതിൽ ബ്ലാസ്റ്റ് ഫർണസിൽ ഡയറക്റ്റ് ഇല്ല. അത് നിർമ്മിക്കലാണ് നമ്മുടെ ആദ്യത്തെ എയിം. ഓക്കെ, റിഡക്ഷൻ്റെ കേസിൽ റിഡക്ഷനാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. അതിൽ ആദ്യം എന്തില്ല, ഇതിൽ കാർബൺ മോണോക്സൈഡ് ആണ് എന്ത് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് ഇതിൽ ഡയറക്റ്റ് ഇല്ല. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇടുന്ന സബ്സ്റ്റൻസാണ് കാർബൺ കോക്ക് എന്ന് പറയുന്നത്. ഈ കാർബണും ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാവും എക്സോതെർമിക് റിയാക്ഷൻ്റെ ഫലമായി. അങ്ങനെ കിട്ടിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും പിന്നെ വീണ്ടും അതിലുണ്ടാകുന്ന കോക്കും കൂടിയായിട്ട് കോക്ക് അഥവാ കാർബണും കൂടി മിക്സ് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് കിട്ടും. കാർബൺ മോണോക്സൈഡ് ലഭിക്കുന്നു. ക്ലിയർ? കാർബൺ മോണോക്സൈഡ് കിട്ടിയെന്ന് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ളൊക്കെ റിഡക്ഷനാണ്. റിഡക്ഷൻ്റെ കേസിലാണ് പറയുന്നത്. റെഡ്യൂസിങ് എന്താണ് നമ്മളെ റിഡക്ഷൻ്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കാർബൺ മോണോക്സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഈ കാർബൺ മോണോക്സൈഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഹെമറ്റേറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് തന്നിരിക്കുന്ന ഹെമറ്റേറ്റ് ഇല്ലേ, ആ Fe2O3 ആയിട്ടില്ലേ, ഹെമറ്റേറ്റുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റെഡ്യൂസിങ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അയേണും അതുപോലെ എന്തുണ്ടാവും, ഇതുപോലെ എന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അയേണും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഈ തന്നിരിക്കുന്ന ഈ അയേൺ 2Fe എന്ന് പറയുന്ന അയേൺ അതിലും എന്തുണ്ടാകാം, അതിലെന്തുണ്ട്, നമ്മുടെ ഗ്യാങ് അടങ്ങിയിട്ടുണ്ടാകും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ നമ്മൾ റോസ്റ്റിംഗ് ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് 4 കഴിഞ്ഞു, കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്ന ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റോസ്റ്റിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞ് കിട്ടുന്നത് എന്താണ്, നമുക്ക് അതിനെന്തിനാണ് റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്, സൾഫർ, ആർസനിക് ഇതുപോലുള്ള ഫോസ്ഫറസ് പോലുള്ള ഗ്യാസ് ഇമ്പ്യൂരിറ്റീസിനെയും അതോടൊപ്പം എന്തുണ്ടാവും നമ്മുടെ വാട്ടറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്. റോസ്റ്റിങ്ങിന് വിധേയമാക്കി കിട്ടിയിരിക്കുന്ന ഹെമറ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം, ഹെമറ്റേറ്റിനെ അവിടെ എടുത്തു വെക്കുന്നു. ആ റോസ്റ്റിങ്ങിന് വിധേയമാക്കിയിരിക്കുന്ന ഹെമറ്റേറ്റിനെ നമ്മളവിടെ അതിലുണ്ടാവും, അതായത് നമ്മളെ ബ്ലാസ്റ്റ് ഫർണസിലുണ്ടാവും. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റിഡക്ഷൻ പ്രോസസ്സ് നടക്കണം അല്ലേ, തുടർന്ന് റിഡക്ഷൻ പ്രോസസ്സ് നടക്കണം. ആ റിഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാക്കണം. അതായത് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണ്, കാർബൺ മോണോക്സൈഡ് ആണ്. ആ റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിലുണ്ടായിരിക്കുന്ന നമ്മുടെ കാർബണിനെയും കാർബണിനെയും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ടാക്കും. അത് തുടർന്ന് കിട്ടിയിരിക്കുന്ന കാർബണും ഹീറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും വീണ്ടും ഉണ്ടായിരിക്കുന്ന കോക്കുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ റെഡ്യൂസിങ് ഏജൻറ്റും കിട്ടി. ക്ലിയർ? റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കുന്നത് എന്താണ്, കാർബൺ
മോണോക്സൈഡും കിട്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിഡക്ഷൻ നടത്തിക്കൂടെ? നമ്മുടെ ആദ്യം നേരത്തെ കിട്ടിയിരിക്കുന്ന എന്താണ് റോസ്റ്റിങ്ങിന് വിധേയമാക്കിയിരിക്കുന്ന നമ്മുടെ Fe2O3 എന്ന് പറയുന്ന നമ്മുടെ ഹെമറ്റേറ്റ്, നമ്മളെ ഇമ്പ്യൂരിറ്റി ഗ്യാസ് ഇമ്പ്യൂരിറ്റീസും വാട്ടറൊക്കെ ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ഹെമറ്റേറ്റും ഈ കാർബൺ മോണോക്സൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കുന്ന കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? അവിടെ അയൺ കിട്ടും. അയണും കാർബൺ ഡയോക്സൈഡും കിട്ടും. അയണും കാർബൺ ഡയോക്സൈഡും കിട്ടും. ഓക്കെ. എന്നാൽ ഈ തന്നിരിക്കുന്ന ഈ അയൺ ഉണ്ടല്ലോ, ഇവിടെ തന്നിരിക്കുന്ന അയൺ, ഈ അയണിലും എന്തുണ്ടാകാം? കുറച്ച് സോളിഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? സോളിഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എന്നാലും അതിലുണ്ടാകും. ആ ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് ഗ്യാങ്. എന്താണ്? ഗ്യാങ്. ക്ലിയർ? ഗ്യാങ് എന്ന് പറയുന്നത് അതാണ്, ആ ഇമ്പ്യൂരിറ്റീസിനാണ്. ആ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാനാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അതായത് റിഫൈൻ ചെയ്യുന്നത്. ആ ഗ്യാങ്ങിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണെന്ത്? ഫ്ലെക്സ് എന്നൊരു സബ്സ്റ്റൻസുകളെ അതിലേക്ക് ഇടുക. എന്താണ്? ഫ്ലെക്സ് എന്ന സബ്സ്റ്റൻസുകളെ എന്ത് ചെയ്യുക? ആ സബ്സ്റ്റൻസുകൾ അതിലേക്ക് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? നമ്മുടെ ഗ്യാങ് എന്ന സബ്സ്റ്റൻസുകളെ റിമൂവ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ലാസ്റ്റ് ഒന്നും കൂടി ഒറ്റ ഓടിച്ച് പറയും. ഓക്കെ, അങ്ങനെ കിട്ടിയിരിക്കുന്ന ഈ അയേണും അതോടൊപ്പം ആ അയണിൽ എന്തുണ്ടാവും? കുറച്ച് എംപ്യൂരിറ്റി ആയിട്ടുള്ള ഗ്യാങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. ഗ്യാങ് എന്ന് പറയുന്നത് ഇവിടെ സിലിക്കൺ ഓക്സൈഡാണ്. സിലിക്കൺ ഡയോക്സൈഡാണ്. ഓക്കെ, സിലിക്കൺ ഡയോക്സൈഡാണ്. അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡിനെ നമുക്ക് ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? സിലിക്കൺ ഡയോക്സൈഡിനെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് ഫ്ലെക്സ് ആവശ്യമാണ്, അല്ലേ? ഫ്ലെക്സ് ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഫ്ലെക്സ് എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡാണ്. കാൽസ്യം ഓക്സൈഡാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്കിവിടെ ഫ്ലെക്സ് ഡയറക്റ്റ് ഈ ബ്ലാസ്റ്റ് ഫർണസിലുണ്ടോ? ഇല്ല. അപ്പം ബ്ലാസ്റ്റ് ഫർണസിലെ ഫ്ലെക്സ് നിർമ്മിക്കലാണ് അടുത്ത ഘട്ടം. അങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ ഈ ഫ്ലെക്സ് നിർമ്മിക്കുക? നമ്മൾ തന്നിട്ടില്ലേ കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ലൈംസ്റ്റോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? അതായത് അതിനെ നമ്മൾ ഫ്ലെക്സ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈ ഫ്ലെക്സ് ഏജൻറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലെക്സ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഫ്ലെക്സ് നിർമ്മിക്കുക നോക്കാം. ഈ കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ, നന്നായിട്ട് ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. കാൽസ്യം കാർബണേറ്റ് അഥവാ ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസുകളെ, ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്നതിനെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പോൾ അവിടുന്ന് എവിടെയെന്നാൽ ഹീറ്റിന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ബ്ലാസ്റ്റ് ഫർണസിൽ തന്നെ ഹീറ്റില്ലേ? ആ ഹീറ്റിൻ്റെ വിധേയമായിട്ട് താനെ തന്നെ എന്താവും? കാൽസ്യം ഓക്സൈഡായിട്ട് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പമായില്ലേ? ഈ നമ്മൾ ഈ ഗ്യാങ്ങിനെ എന്ത് ചെയ്യും? ഈ ഫ്ലെക്സുമായിട്ട് റിയാക്ട് ചെയ്യിച്ചിട്ട് കാൽസ്യം ഓക്സൈഡ് കിട്ടില്ലേ? ഈ കാൽസ്യം ഓക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് സ്ലാഗ്. ഓക്കെ, ക്ലിയർ? അതായത് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഫ്ലെക്സ്. ഇവിടെ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഫ്ലെക്സും സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാങ്ങും കിട്ടിയിരിക്കുന്ന കാൽസ്യം അവിടെ കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്ലാഗാണെന്ത്? കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് CaSiO3 കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലാങ് ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടിയിരിക്കുന്ന സ്ലാങ്ങിനെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. കാരണം എന്താണ്? അതിൻ്റെ സ്ലാങ്ങിൻ്റെ ഇവിടുത്തെ ഇരിക്കുന്ന സ്ലാങ്ങിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഈ കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നതിന് ഇതിലെന്താണ്? ഡെൻസിറ്റി കുറവും ഉള്ള മെറ്റലാണ്. അതേമാതിരി എളുപ്പത്തിൽ ഉരുക്കി മാറ്റാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആയിരിക്കും. സ്ലാങ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഉരുക്കി മാറ്റാനുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. അതോടൊപ്പം അതിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കുറവായിരിക്കുന്നത് കൊണ്ട് നമുക്കതെന്ത് ചെയ്യാം? മുകളിൽ നിന്ന് വലിച്ചിങ്ങോട്ട് എടുത്താൽ തന്നെ നമുക്കതിൻ്റെ കറക്റ്റുള്ള സബ്സ്റ്റൻസുകളെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഗ്യാങ് നീക്കം ചെയ്യാനായിട്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്, ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്.
അപ്പം ഗ്യാങ് നീക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം ഫ്ലക്സിന് ചില പ്രത്യേകത ഉണ്ടാകും. അതായത് തന്നിരിക്കുന്ന ഗ്യാങ് അസിഡിക് നേച്ചർ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഫ്ലക്സ്, അതായത് ഗ്യാങ് അസിഡിക് നേച്ചർ ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഫ്ലക്സ് എന്തായിരിക്കണം? ബേസിക് നേച്ചർ ആയിരിക്കണം. ക്ലിയർ? നേരെ തിരിച്ചാണെങ്കിലോ, അതായത് തന്നിരിക്കുന്ന ഗ്യാങ് ബേസിക് നേച്ചർ ആണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കണം? അസിഡിക് നേച്ചർ ആയിരിക്കണം. ഇത്രേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം തന്നിരിക്കുന്ന ഗ്യാങ് അസിഡിക് നേച്ചർ ആണെങ്കിൽ ഫ്ലക്സ് ബേസിക് നേച്ചർ, തന്നിരിക്കുന്ന ഗ്യാങ് ബേസിക് നേച്ചർ ആണെങ്കിൽ തന്നിരിക്കുന്ന ഫ്ലക്സ് അസിഡിക് നേച്ചർ ആയിരിക്കണം. ക്ലിയർ? അത്രേ ഉള്ളൂ അതിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്ന അയൺ ഉണ്ടാവുമല്ലോ, അയണും അങ്ങനെ കിട്ടിയിരിക്കുന്ന അയണും അതേപോലെ കാൽസ്യം സിലിക്കേറ്റും എവിടെ വന്ന് അടിയും? താഴെ തന്നിരിക്കുന്ന ഈ ഭാഗത്ത് വന്ന് അടിയുന്നു. അങ്ങനെ വന്ന് അടിയും. ഇതിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ വന്ന് അടിയുന്നുണ്ടാവുമല്ലോ. ഇത് വന്നു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് കാണുന്ന ഈ പിങ്ക് കളറായിട്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതായിരിക്കും മുകൾ ഭാഗത്ത് ഡെൻസിറ്റി കുറവായിരിക്കുന്ന കാൽസ്യം സിലിക്കേറ്റും, താഴെ ഭാഗത്ത് ഈ ഓറഞ്ച് കളറായിട്ട് പറയുന്നില്ലേ, ശരിക്കും അത് താഴെ അയണും അടങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ട് താഴോട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന കാൽസ്യം സിലിക്കേറ്റിനെ പുറത്തേക്ക് വിടുകയും അതേപോലെ താഴത്തെ ഭാഗത്ത് ഒരു ടാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും? അയണിനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ താഴെ അടഞ്ഞിരിക്കുന്ന, താഴെ വന്ന് അടിയുന്ന ഈ അയണിനെ പറയുന്നത് പ്രത്യേക ഒരു പേരിട്ട് അയണിനെ വിളിക്കുന്നുണ്ട്. അതിനാണ് പിഗ് അയൺ എന്ന് പറയാം. പിഗ് അയൺ ശ്രദ്ധിക്കുക, ചോദിക്കുന്നതായിരിക്കും. പിഗ് അയൺ എന്ന് പറയുന്നത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒഴിവാക്കി കിട്ടുന്ന അയൺ പിഗ് അയൺ. താഴെ കിട്ടുന്ന അയണാണ് പിഗ് അയൺ. ഓക്കെ, അപ്പം നമ്മൾ ഒന്ന് ഓടിച്ചിട്ട് പറയാണ്. നമ്മുടെ 3 സ്റ്റെപ്സുകളാണുള്ളത്. ഇതിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകൾ ഹെമറ്റേറ്റ്, കോക്ക്, ലൈംസ്റ്റോൺ. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്നത് ഈ സബ്സ്റ്റൻസുകളാണ്. ഹെമറ്റേറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ ഓറാണ്. കോക്ക് എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാർബണാണ്. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, അതിലില്ല, അത് നമ്മൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO, അത് നമ്മൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസാണ് കാർബൺ, അഥവാ കോക്ക് അഥവാ കരി. ഇനി അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ലൈംസ്റ്റോൺ. ഇനി അതിൽ വേറെ ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്യാനാണ് ലൈംസ്റ്റോൺ. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയും, ചുണ്ണാമ്പ് കല്ല് എന്ന് പറയും. ഇതെന്തിനാണ് കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നത്? നമുക്കവിടെ ഫ്ലെക്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഏജൻ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, അങ്ങനെ ഈ 3 സബ്സ്റ്റൻസുകളും ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ റോസ്റ്റിങ്ങിന് വിധേയമായിട്ട് നമുക്കെന്ത് കിട്ടും? റോസ്റ്റിന് വിധേയമായി കഴിഞ്ഞിട്ട് നമുക്കെന്ത് കിട്ടും? നമ്മുടെ ഈ Fe2O3 ആയിരിക്കുന്ന ഹെമറ്റേറ്റ് കിട്ടും. ഓൾറെഡി ഉള്ള ഹെമറ്റേറ്റിൽ നിന്ന് Fe2O3 എന്ന് പറഞ്ഞാൽ ഹെമറ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഈ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ റിഡക്ഷന് വിധേയമാക്കണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്സുകൾ. റിഡക്ഷന് വിധേയമാക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാകണം. ഇതിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഇല്ലല്ലോ. റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ളത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ്. പക്ഷേ യഥാർത്ഥത്തിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഇവിടെ ഇല്ലല്ലോ. റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോക്കും അതിൽ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഓക്സിജനും കൂടി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാകും. എക്സോതെർമിക് റിയാക്ഷനാണ്. തുടർന്ന് കാർബൺ ഡൈ ഓക്സൈഡും അതിലുള്ള ഹീറ്റ് കിട്ടിയിരിക്കുന്ന ഇതിലേക്ക് വീണ്ടും അതിലടങ്ങിയിരിക്കുന്ന കോക്കും കൂടി റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ കാർബൺ മോണോക്സൈഡ് എന്ന് വയ്ക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാവും. രണ്ടാമത്തെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ, ഹീറ്റ് ഉപയോഗിച്ച് ലഭിക്കുന്ന റിയാക്ഷനാണ്. ആദ്യത്തേത് എക്സോതെർമിക് റിയാക്ഷനുമാണ്. അങ്ങനെ നമുക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് കിട്ടുന്നു. ഓക്കെ, ആ റെഡ്യൂസിങ് ഏജൻ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിഡക്ഷന് വിധേയമാക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? റിഡക്ഷന് വിധേയമായിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഹെമറ്റേറ്റ് ആയിരിക്കുന്ന Fe2O3യും ഈ പറയുന്ന CO എന്ന കാൽസ്യം കാർബൺ മോണോക്സൈഡ് ആയിട്ടെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ
ഈ റെഡ്യൂസിങ് ഏജൻറ്റും കൂടി റിയാക്ട് ചെയ്തിട്ട് 2Fe+CO2 ഓക്കെ അയൺ കിട്ടുന്നു. പക്ഷേ ആ അയണിലും എന്തുണ്ട്, ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്ന പേര് ഗാങ് എന്നാണ്. ഈ സബ്സ്റ്റൻസ്, ഈ ഗാങ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള എന്താണ് ഇമ്പ്യൂരിറ്റീസ് ആണ്. സോളിഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ മാലിന്യം, സോളിഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്. കാരണം നമ്മൾ ഗ്യാഷ്യസ് ആയിട്ടുള്ള വാട്ടർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഓൾറെഡി റോസ്റ്റിങ്ങിന് വിധേയമാക്കിയിട്ട് തന്നെ നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞു. ഓക്കെ, റോസ്റ്റിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ അതുപോലുള്ള ഗ്യാഷ്യസ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കി. ഇനി നമുക്ക് അതിലുള്ളത് എന്താണ്, സോളിഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ഗാങ്ങിനെ നീക്കം ചെയ്യാനാണ് നമ്മളെ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇത്രയും സ്റ്റെപ്സുകളൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരെ കഴിഞ്ഞു. അതായത് എന്താണ് നമ്മുടെ 2Fe+3CO2 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഈ പറഞ്ഞിരിക്കുന്ന അയണിലും എന്തുണ്ട്, നമ്മുടെ ഗാങ് അടങ്ങിയിട്ടുണ്ടാകും. സിലിക്കൺ ഡയോക്സൈഡ് ആണ് എന്ത്, ഗാങ്. അപ്പോൾ ഈ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഫ്ലെക്സ് എന്നൊരു സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കണം. ഓക്കെ, ഫ്ലെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഡയറക്റ്റ് ഫ്ലെക്സ് ഇല്ല. ഫ്ലെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഏജൻ്റ് ആണെന്ത്, കാൽസ്യം കാർബണേറ്റ് അഥവാ ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ. ഓക്കെ, ഒന്നുമില്ല, ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽസ്യം കാർബണേറ്റിനെ ബ്ലാസ്റ്റ് ഫർണസിൽ അടങ്ങിയിരിക്കുന്ന ഹീറ്റ് ഉണ്ടാവുമല്ലോ, ആ ഹ്യൂജ് ഹീറ്റ്, ആ ഹീറ്റിന് വിധേയമാകുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ മാറും, ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, കാൽസ്യം ഓക്സൈഡും അതുപോലെ എന്തായിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡും ആവും. ഈ കിട്ടിയിരിക്കുന്ന കാൽസ്യം ഓക്സൈഡാണ് നമുക്കിവിടെ ഫ്ലെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലെക്സും ഗാങ്ങും കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, സ്ലാഗ് എന്ന് പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസ് ഉണ്ടാകും. സ്ലാഗ് എന്ന സബ്സ്റ്റൻസുകളാണ് ഇതിന് CaSiO3 എന്ന് പറഞ്ഞിരിക്കുന്ന കാൽസ്യം സിലിക്കേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്ന സ്ലാങ്. ഓക്കെ, ഈ സ്ലാങ് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഏതിൽ നിന്ന് ഈ അയണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന സ്ലാങ്ങിൽ എന്തുണ്ടാവും, അയണും സ്ലാങ്ങും കൂടി അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രിതമായിരിക്കും അതിലുണ്ടാകുക. ഓക്കെ, മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിൽ നിന്ന് അയണും ഈ സ്ലാങ്ങും അടങ്ങിയിരിക്കുന്ന ഇതിൽ നിന്ന് ഈ സ്ലാങ്ങിനെ നീക്കം ചെയ്യാൻ എളുപ്പമാണ്. കാരണം അതിലെന്തുണ്ട്, അതിൻ്റെ സ്ലാങ്ങിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഡെൻസിറ്റി കുറവാണ്. അതേമാതിരി എളുപ്പത്തിൽ ഉരുക്കി മാറ്റാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസാണ്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ് സ്ലാങ്ങിനെയും അയണിനെയും അയണും കൂടി താഴെ വന്ന് അടിക്കുമ്പോൾ എന്ത് കിട്ടും, താഴെ വന്ന് അടിച്ചു കിട്ടിയിരിക്കുന്ന ഈ അയണിന് പറയുന്ന പേര് പിഗ് അയൺ എന്നും, മുകളിലുണ്ടാകുന്നത് എന്താണ്, ഈ പറയുന്ന കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നിരിക്കുന്ന സ്ലാഗാണ്. ഓക്കെ, ഈ സ്ലാഗിനെ ഒരു ടോപ്പ് വെച്ചിട്ട് പുറത്തേക്ക് വിടുകയും അതേമാതിരി പിഗ് അയൺ അഥവാ മോൾട്ടൺ അയൺ എന്നതിനെ താഴോട്ട് വേറൊരു പൈപ്പ് വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ പിഗ് അയൺ നമ്മുടെ യഥാർത്ഥത്തിൽ അയണായിട്ട് പറയുന്നത്. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒഴിവാക്കിയിരിക്കുന്ന അയണാണ് ഈ പിഗ് അയൺ. ഓക്കെ, ക്ലിയർ. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി ഉള്ളത് എന്താണ്, നമ്മുടെ ഈ ഏതാണ് ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്, ഏത് വിധത്തിലുള്ള ഫ്ലെക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഗ്യാങ്ങിൻ്റെ നേച്ചർ എന്തായിരിക്കണം, അസിഡിക് നേച്ചർ ആണെങ്കിൽ ബേസ് ആയിരിക്കണം ഫ്ലെക്സ്. ഗ്യാങ്ങിൻ്റെ നേച്ചർ ബേസിക് ആണെങ്കിൽ ഫ്ലെക്സ് അസിഡിക് ആയിരിക്കണം. അതും കൂടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയണ് നമുക്കിതിൽ പിടിക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന അയൺ നമ്മൾ പേര് പ്രത്യേകം വിളിച്ചിട്ടുണ്ട് പിഗ് അയൺ. ഓക്കെ, ശ്രദ്ധിച്ച കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ ഫ്ലെക്സ് ആയിട്ട് കാൽസ്യം ഓക്സൈഡ്, ഗാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്, സ്ലാഗ് എന്ന് പറയുന്നത് ഫ്ലെക്സ് എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ്, ഗാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ്, സ്ലാഗ് എന്ന് പറയുന്നത് കാൽസ്യം സിലിക്കേറ്റുമാണ്. ഓക്കെ, അത് ചോദിക്കും എന്തൊക്കെയാണെന്നുള്ളത്. ക്ലിയർ. അപ്പം ഇനി ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നുകൂടി അവസാനം ഇതിലേക്ക് ക്ലിയർ ചെയ്യാൻ പോവാണ്. അതായത് ഇതിൽ ഉപയോഗിക്കുന്ന ഓർ ഏതാണ്, ഹെമറ്റേറ്റ് ആണ് അല്ലേ. ഹെമറ്റേറ്റ് അല്ല ഇതിൽ ഉപയോഗിക്കുന്ന ഓർ, ഹെമറ്റേറ്റ് ആണ്. പിന്നെ റോ മെറ്റീരിയൽസ് ഫെഡ് ഇൻ ടു ദ ബ്ലാസ്റ്റ് ഫർണസ് എന്തൊക്കെയാണ്, ഹെമറ്റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ലൈംസ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്, കോക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹെമറ്റേറ്റ് ഓർ ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്ലെക്സ് ഏജൻ്റ് ആണ്. കോക്ക് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജൻറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് സബ്സ്റ്റൻസ് ആണ്.
ഓക്കെ. ഇനി ദ കോമ്പണൻറ്റ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഹെമറ്റേറ്റ്, അതായത് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇതിൽ ഹെമറ്റേറ്റിൽ നിന്ന് റിഡക്ഷന് വിധേയമാക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണ്? കാർബൺ മോണോക്സൈഡാണ്. നമ്മൾ ആദ്യം പറഞ്ഞു എന്തൊക്കെ. ഇനി ഇവിടെ എന്താണ് ഗ്യാങ് എന്താണ്? ഗ്യാങ് എന്ന് പറയുന്നത് നമ്മുടെ സിലിക്കൺ ഡയോക്സൈഡാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ഓക്സൈഡാണ്. ഇനി സ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം സിലിക്കേറ്റ് ആണ്. ഓക്കെ. ഇനി ആ ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു തന്നെ, അതേ ഇക്വേഷൻസ് ഇവിടെ എഴുതിയെടുക്കുന്നു. എന്താണ്? കാൽസ്യം ഓക്സൈഡ് പ്ലസ് സിലിക്കൺ ഡയോക്സൈഡ് ഗിവ്സ് കാൽസ്യം സിലിക്കേറ്റ്. അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് നമ്മളൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയേൺസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും കേൾക്കുക. അതിൽ ഭാഗങ്ങൾ അപ്പോൾ തന്നെ എഴുതി വെക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.